C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. കുറച്ച് വെള്ളം കൂടി കുടിച്ചോ? ഇന്ന് ഇതുവരെ ഒന്നും കഴിച്ചല്ലോ. സത്യം പറ, അപ്പ ഇവിടെ? അത് തന്നെയാ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. അടവെടുക്കണ്ട. അപ്പൂനെ കാണാനായി കൽത്തോട്ടത്തിലേക്ക് പോകുമെന്ന് നീ ഇന്നലെ എന്നോട് പറഞ്ഞതാ. അത് നിങ്ങൾ എനിക്ക് പണം തരാൻ മടിച്ചപ്പോഴാ. തരാന്ന് സമ്മതിച്ചപ്പോ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി. നോ, നീ ചതിയനാ. അപർണയെ കിഡ്നാപ്പ് ചെയ്തത് നീ തന്നെയാ. അവളെ കെട്ടായിരുന്നല്ലേ നീ. സിദ്ധുവായിട്ടുള്ള വിവാഹം നടക്കുമെന്ന് അറിഞ്ഞപ്പോ നിനക്ക് സഹിക്കുന്നില്ല. സത്യം പറയുന്ന നിനക്ക് നല്ലത്. അപ്പൂനെ എവിടെയാ നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത് കൈവിട്ട കളിയാണ് ബാലു. ഇവനെന്താ എവിടെ? അപ്പൂനെ തട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ട് വീണ്ടും വന്നിരിക്കുക. മതി നോൺസെൻസ് പറഞ്ഞത്. എനിക്ക് പണം തരുന്നതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അപ്പൂനെ കിഡ്നാപ്പ് ചെയ്യിപ്പിച്ച് നിങ്ങളല്ലേ? അനാവശ്യം പറയരുത്. രാവിലെ വിവരം അറിഞ്ഞത് മുതൽ ഞങ്ങൾ നെട്ടോട്ടത്തില. അനിയനും ചേട്ടനും കൂടി എന്റെ മുമ്പിൽ നാടാൻ കളിക്കരുത്. ഈസി ആയിട്ട് 2 നിരപരാധികളെ തട്ടിയിട്ട് 10-20 കൊല്ലം രക്ഷപ്പെട്ട് കിടന്ന ടീമാ. അതുകൊണ്ട് വലിയ പ്രസംഗമൊന്നും വേണ്ട. അതവിടെ നിൽക്കട്ടെ. എനിക്ക് തരാന്ന് പറഞ്ഞ പണം അവിടെ. ഈ ടെൻഷന്റെ ഇടയ്ക്ക് പണം അറേഞ്ച് ചെയ്യാനോ? നീ എന്തൊക്കെയായി പറയുന്നത്? രണ്ടും 2 വിഷയമാണ്. എനിക്കൊരു എക്സ്ക്യൂസും കേൾക്കുകയും വേണ്ട. മുരളീകൃഷ്ണന്റെ മരണത്തെ പറ്റി ഒരു അനോണിമസ് കോൾ പോലീസിന് കിട്ടിയ നിങ്ങൾ 2 പേരും അകത്ത്. ഞാനങ്ങനെ ചെയ്യട്ടെ? എനിക്കിനി ഒന്നും നോക്കാനൊന്നുമില്ല. ഒരു ബന്ധത്തെക്കുറിച്ച് ആലോചിക്കാനുമില്ല. ഈ അവസരത്തിൽ കുറച്ച് മനുഷ്യത്വം കാണിക്കൂ ബാലു. ഒരു പാവ അച്ഛനെ അമ്മയും പണത്തിന്റെ പേരിൽ വകവരുത്തിയ ആളാ മനുഷ്യത്വത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാനല്ല അവരെ വകവരുത്തിയത്. അപ്പൂനെ കാണാതെ തീ തിന്നുകയെ അവിടെ എല്ലാരും. നിനക്ക് മാത്രം ഒരു പ്രശ്നവുമില്ല. ആ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് അറിയാത്തതിൽ നിനക്ക് ഒരു ടെൻഷനും ഇല്ല. നീയല്ലേ അവളെ തട്ടിക്കൊണ്ടുപോയത്? അതെ ചേട്ടായി, യവനാണ് ആ കിഡ്നാപ്പിന്റെ പിന്നില്. എന്നിട്ട് ഇവിടെ വന്നിരിക്കുന്നു പണം തട്ടിയെടുക്കാനായിട്ട്. നിർത്തണോ? തുകയും കൈക്കലാക്കിയിട്ട് അപ്പൂനെ കൊണ്ട് മുങ്ങാനായി അവന്റെ പരിപാടി. അല്ലെങ്കിൽ അവളെ അപകടപ്പെടുത്തിയിട്ട് കൽത്തോട്ടത്തിലെ സ്വത്തടിച്ചോണ്ട് പോവാ. ബാലു പിടിവിട്. ബാലു ഒരുപാടങ്ങ് കയറി മേലേ. ബാങ്ക് ടൈം ആകുമ്പോ 1 കോടി രൂപ കിട്ടുമെന്ന് വാക്ക് പറഞ്ഞതാ. അതിനിടയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടി ക്ഷമിക്കാം. പക്ഷേ ഇന്ന് ബാങ്ക് അടയ്ക്കുന്നതിന് മുമ്പ് തുക കിട്ടിയിരിക്കണം. ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും. അപ്പുന്റെ മിസ്സിങ്ങിന് പിന്നിൽ നിങ്ങളാണെങ്കിൽ വിവരം അറിയും 2 എണ്ണവും. ഓർത്തോ? അകത്ത് സംസാരിച്ച എല്ലാം ഞാൻ കേട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ അത്ര ക്ലിയർ ആയില്ല. ബാലുവാ? എന്തിന്? നിങ്ങളുടെ പപ്പയുടെ മുമ്പിലോട്ട് തന്നെ പോവാ. വേണ്ട, അവിടുന്ന് സംസാരിക്കാലോ. വേണ്ട ബാലുവാ.
പപ്പയോട് പണത്തിന്റെ കാര്യം സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ഏത് പണം? എന്റെ പപ്പ തനിക്ക് എന്തെങ്കിലും തരാനുണ്ടോ, അതോ ബ്ലാക്ക് മെയിലിംഗ് ആണോ? സൊണാലി ഗ്രൂപ്പ് ഓഫ് ബിസിനസിന്റെ ചെയർമാൻ നമ്മളെപ്പോൾ ഒരുത്തന്റെ മുമ്പിൽ കടക്കാരനാവാനോ? ഹേ, പിന്നെ ബ്ലാക്ക് മെയിലിംഗ്. വീട്ടിൽ കയറി വന്ന് അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ എന്റെ ഭാഗം അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കണ്ടേ? നോക്ക്, ഇവിടെ നിങ്ങളുടെ വീട്ടിലും ഏറ്റവും ടെൻഷനുള്ള ഒരു ദിവസം വന്നു. അപ്പൊ മിസ്സിംഗ് ആ. താൻ അത് അറിഞ്ഞില്ലേ? അവൾ എവിടെയാന്ന് കണ്ടെത്താനുള്ള പവറൊക്കെ സിദ്ധുവിനുണ്ടല്ലോ. പിന്നെ നിങ്ങളുടെ പപ്പ പറഞ്ഞ പോലെ അതിന്റെ പിന്നിലും കൂടി ഞാൻ അന്ന് പറഞ്ഞേക്കരുത്. ഹോ. അപ്പുവിന്റെ കേസില് എനിക്ക് വിഷമമുണ്ട്. ആമിയുടെ അവസ്ഥ ആലോചിക്കുമ്പോൾ അതിലേറെ വിഷമമുണ്ട്. പക്ഷെ അവളുടെ പിന്നാലെ പോകാൻ നിങ്ങൾ ഒരുപാട് പേരുണ്ട്. എന്നാൽ എന്റെ കാര്യത്തിന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളുമായിട്ട് വാദിച്ച് നിൽക്കാനുള്ള മൂഡിലല്ല ഞാൻ. എനിക്ക് സമയമില്ലടോ. എങ്കിൽ പറ, എന്താ നിങ്ങൾക്ക് പപ്പയായിട്ട് സാമ്പത്തിക ഇടപാട്? ഒരു 3 കോടി രൂപ ഞാൻ ചോദിച്ചു, അത്രേ ഉള്ളൂ. എന്തിന് ഇത്രയും വലിയ തുക തരാൻ എന്റെ പപ്പ നിങ്ങളുടെ ആരാ? അതൊരു പ്രതിഫലമാണ് മിസ്റ്റർ. അപ്പുവിന്റെ അച്ഛന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലുള്ള രഹസ്യമായി തന്നെ സൂക്ഷിക്കാനുള്ള കൂലി. അങ്ങനെ നോക്കുമ്പോ ഈ 3 കോടിയൊക്കെ ഒരു തുകയാണോ? അതിന് അവരുടെ മരണത്തിന് പിന്നിൽ എന്ത് രഹസ്യം ഉള്ളത്? ഒരു കാർ ആക്സിഡന്റിലാ അപ്പുവിന്റെ പാരന്റ്സ് മരിച്ചത്. ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ സിദ്ധു. നന്നായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ. താൻ എന്തൊക്കെയാ പറയുന്നേ? ഒന്നും അറിയാത്ത പാവം. ആ കാർ അപകടത്തിന് പിന്നിൽ ഇയാളുടെ പപ്പയാന്ന് സിദ്ധുവിന് അറിയാം. എല്ലാം സിദ്ധുവിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് മൂപ്പർ എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടെ അധികം സമയമൊന്നും ആയിട്ടില്ല. അപ്പനും മോനും കൂടിയുള്ള ഒത്തുകളിയെ എന്നോട് വേണ്ട. ഒരു കാര്യം ചെയ്യും, 2 പേരും കൂടി എനിക്കുള്ള ക്യാഷിങ് തന്നേര്, ഞാൻ പോയേക്കാം. വൈകുന്നേരം വരെ സമയം കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ പോയിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.